2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അതിൻ്റെ 11-12 വാക്യങ്ങളൊന്ന് വായിക്കാം. 2 Timothy chapter 3 verses 11 and 12. 2 Timothy chapter 3 verses 11 and 12 ആർക്കെങ്കിലും വായിക്കാം. 2 തിമോത്തിയോസ് 3, 11, 12. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലനായ പൗലോസിൻ്റെ അവസാനത്തെ ലേഖനമാണ് 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനം. തിമോത്തിയോസ് അപ്പോസ്തലനായ പൗലോസിൻ്റെ നിജപുത്രനായ സ്പിരിച്വൽ സണ്ണായ തിമോത്തിയോസിനോട് അപ്പോസ്തലനായ പൗലോസ് ലേഖനത്തിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങൾ, ലെറ്ററിലൂടെ സംസാരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്, അല്ലെങ്കിൽ 2 തിമോത്തിയിൽ കാണുവാൻ കഴിയുന്നത്. തിമോത്തിയോസിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കിയെടുത്ത പൗലോസിനെ നമ്മൾ കാണുന്നു. സ്തോത്രം. തിമോത്തിയോസിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയെടുത്തു. പല സ്ഥലങ്ങളിലും പൗലോസ് അപ്പോസ്തലൻ തന്നെ നിയോഗിച്ച് അയച്ചു. പ്രത്യേകിച്ച് എഫെസോസിലൊക്കെ താൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു. എപ്പോഴും പൗലോസ് അപ്പോസ്തലൻ്റെ ഹൃദയത്തിൽ തിമോത്തിയോസ് ഉണ്ട്. തിമോത്തിയോസിനോട് ആഴമായ സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൽ നിന്നുകൊണ്ടും തന്നോടുള്ള ആ കരുതലിലും വാത്സല്യത്തിലും നിന്നുകൊണ്ടും ആണ് ഈ ലേഖനം എഴുതുന്നത്. സ്തോത്രം. ട്രാൻസ്ലേഷൻ ആവശ്യമുണ്ടല്ലോ അല്ലേ കുഞ്ഞുങ്ങൾ? ജെസ്സി ബ്രദർ, ക്യാൻ യു പ്ലീസ് ഹെൽപ്പ് ഇൻ ട്രാൻസ്ലേറ്റിംഗ് ദ മെസ്സേജ്? ഞാനത് വിട്ടുപോയി. സ്തോത്രം. അപ്പോൾ ആ ഒരു സ്നേഹത്തിലും കരുതലിലും ഒക്കെ നിന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. തിമോത്തിയോസിനോടുള്ള സ്നേഹത്തിലും കരുതലിലും ഒക്കെ നിന്നുകൊണ്ടാണ് ഈ ലേഖനം എഴുതുന്നത്. So Paul is writing this letter in consideration and care towards Timothy. തിമോത്തിയോസ് ദുരുപദേഷ്ടാക്കന്മാരെ, ഫോൾസ് ടീച്ചേഴ്സിനെ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ഫോൾസ് ടീച്ചേഴ്സിനെയൊക്കെ ഫേസ് ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ തിമോത്തിയോസിനെ കുറിച്ച് ഒത്തിരി ഉത്കണ്ഠ പൗലോസ് അപ്പോസ്തലനുണ്ട്. Paul had a great concern for Timothy because there were also false teachers at the same time. അപ്പോൾ തന്നെ തിമോത്തിയോസിനെ കാണാൻ പൗലോസിന് വലിയ ആഗ്രഹമുണ്ട്. At the same time, Paul also has a great desire to come and visit Timothy. അതിനോട് ചേർന്ന് തന്നെ ത്രോവാസിൽ കർപ്പോസിൻ്റെ പക്കൽ പൗലോസിൻ്റെ ചില സാധനങ്ങൾ നമുക്കറിയാം എന്തൊക്കെയാണ്. പുതപ്പ്, പുസ്തകങ്ങൾ, ചർമ്മലിഖിതങ്ങൾ കർപ്പോസിൻ്റെ പക്കലുണ്ട്. അത് വരുമ്പോൾ കൊണ്ടുവരണം. കാരണം പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ തടവിലാണ്. So Paul is also wanting Timothy to bring some of his items from Troas, like his pamphlet, his tunic, because Paul is currently in prison. പൗലോസ് അപ്പോസ്തലൻ തടവിൽ കിടന്നുകൊണ്ട് തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിനോട് പറയുന്നു, വേഗത്തിൽ എന്നെ വന്ന് കാണുക. So while Paul is in prison, he is writing to his spiritual son Timothy, asking him to come and visit him soon. വരുമ്പോൾ കർപ്പോസിൻ്റെ പക്കലുള്ളതായ പുതപ്പ്, ചർമ്മലിഖിതങ്ങൾ, പുസ്തകങ്ങൾ ഒക്കെ കൊണ്ടുവരിക. He's also asking Timothy to bring his tunic, his pamphlets when he comes to visit him. അങ്ങനെ പറഞ്ഞിട്ട് ഈ ലേഖനം എഴുതുമ്പോൾ തന്നെ തിമോത്തിയോസിനെ അപ്പോസ്തലനായ പൗലോസ് ബലപ്പെടുത്തുക കൂടെ ചെയ്യുന്നുണ്ട് ഈ ലെറ്ററിലൂടെ. At the same time, Paul is also strengthening Timothy through this book. സ്തോത്രം. എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവായിരിക്കണം, ഏതൊക്കെ വിഷയങ്ങളിൽ താൻ ശ്രദ്ധിക്കണം എന്നൊക്കെ പൗലോസ് അപ്പോസ്തലൻ തന്നോട് പറയുന്നുണ്ട്. Paul is also asking Timothy to certain matters that he needs to pay particular attention to. കഷ്ടങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിലും നിന്നിലുള്ള കൃപാവരത്തെ ജ്വലിപ്പിക്കണമെന്ന് പറയുന്നു. കൃപാവരത്തെ ജ്വലിപ്പിക്കണം. So he is also telling Timothy that although he is going through persecutions and difficulties, his spiritual fire needs to grow as well. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ. പക്ഷെ അതൊന്നും നമ്മുടെ ആത്മീക ജീവിതത്തെ യാതൊരു നിലയിലും ബാധിക്കാൻ പാടില്ല. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നതിൻ്റെ കൃപാവരം
കഷ്ടങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ദുരുപദേഷ്ടാക്കന്മാരെ എതിരിടുന്നതിലൂടെയും ഒക്കെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിലും നിന്റെ കൃപാവരത്തെ നീ ജ്വലിപ്പിക്കണം. So although we face difficulties as we live in this world, we should not let that impact upon our spiritual life. So Paul is again reminding Timothy that he needs to put into fire the fruits of the Holy Spirit in him. ഒന്നും നമ്മുടെ ആത്മീക ജീവിതത്തെ കെടുത്തുന്നതാകരുത്. എല്ലാം നമ്മൾ നേരിടുമ്പോൾ തന്നെ നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നമ്മൾ മുൻപോട്ട് പോകണം. So he's reminding Timothy that no persecution or affliction should put out the fire of the Holy Spirit, but to stand firm and overcome the world. അതിനുശേഷം പറഞ്ഞ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ശക്തിപ്പെടണം. സ്തോത്രം. ശക്തിപ്പെടണം. നാം എല്ലാവരോടുമുള്ള ദൂതാണ് കൃപയാൽ ശക്തിപ്പെടുക. He's telling Timothy by the grace of Jesus Christ that he needs to be strengthened. Hallelujah. Praise the Lord. മൂന്നാം അധ്യായമാണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. So in chapter 3 verses 1 we read, but know this, that in the last days perilous times will come. ഹല്ലേലൂയ. ഈ മൂന്നാം അധ്യായത്തിലൂടെ വളരെ വേഗത്തിൽ പോയി അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അന്ത്യകാലത്ത് വളരെ ഹാർഡായിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. So Paul is writing that in the end times perilous times will come. ആ അന്ത്യകാലം എന്ന് പറയുന്നത് എപ്പോഴാരംഭിച്ചെന്നറിയാം? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേൽ എൻ്റെ ആത്മാവിനെ പകരും എന്ന് ദൈവവചനം പറയുന്നു. അങ്ങനെയെങ്കിൽ അന്ത്യകാലം പെന്തക്കോസ്ത് നാൾ അന്ത്യകാലം ആരംഭിച്ച, അല്ലെങ്കിൽ സഭയുടെ സ്റ്റാർട്ടിങ് ആ സമയത്താണ്. സഭ ഇനാഗുറേറ്റ് ചെയ്യപ്പെടുന്ന പെന്തക്കോസ്ത് നാൾ നമുക്കറിയാം. പരിശുദ്ധാത്മാവ് വന്നു, അന്ത്യകാലം ആരംഭിച്ചു. അന്ത്യകാലത്തിൻ്റെ അവസാന സമയങ്ങളിലേക്കാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. So the scriptures remind us that in the end days that God will pour out His Spirit upon His people. So we read that in the day of Pentecost, we can see that was the start of the last days. കർത്താവായ യേശുക്രിസ്തുവിന്റെ സെക്കൻഡ് കമ്മിങ് ഏറ്റവും അടുത്തിരിക്കുന്നു. The second coming of our Lord Jesus is very near. യേശുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. The coming of our Lord Jesus Christ is very near. ലോകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. When you look at the things happening in the world, we can see that it is preparing itself for the second coming. ലോകം ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ ലോകം യേശുവിനെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. When we say the world is getting ready, it doesn't mean that getting ready to receive Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ട് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നിവൃത്തിയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. So the world is getting ready towards the end time prophecies to be fulfilled. ഹല്ലേലൂയ. അപ്പോൾ അന്ത്യകാലത്തെ കാര്യങ്ങളെ കുറിച്ചുകൂടെ പറയുമ്പോൾ മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും അങ്ങനെ ലിസ്റ്റ് 19 കൂട്ടം കാര്യങ്ങൾ 19 കൂട്ടം കാര്യങ്ങൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. So there are things that we can see in verses 2, 3 and 4 that will happen in the last days as the apostle Paul is writing to Timothy. ഹല്ലേലൂയ. 19 കൂട്ടം കാര്യങ്ങൾ ഒന്ന് വായിക്കാമോ? 19 കൂട്ടം. ദൂഷകന്മാരും ശ്രദ്ധിക്കണം. ഇവിടെ കാണുന്നു സ്വസ്നേഹികൾ സ്വസ്നേഹത്തിൽ തുടങ്ങി ദൈവസ്നേഹമില്ലായ്മയിൽ അവസാനിക്കുന്ന 19 കാര്യങ്ങൾ. സ്നേഹത്തിൽ ആരംഭിച്ച് ദൈവസ്നേഹമില്ലായ്മയിൽ അവസാനിക്കുന്ന 19 കൂട്ടം കാര്യങ്ങൾ അന്ത്യകാലത്തിൻ്റെ ലക്ഷണമായി അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എടുത്ത് കാണിക്കുന്നു. So here Apostle Paul is writing about 19 things that will happen in the last days, from people being lovers of themselves to not loving God at all. സ്വസ്നേഹികൾ എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മീ ഫസ്റ്റ് എന്നുള്ള കാഴ്ചപ്പാടാണ്. So when they say lovers of themselves, they're putting themselves as a priority. You don't matter, God doesn't matter. Only matter is me എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രം, മറ്റുള്ളവർ വിഷയമല്ല, ദൈവം വിഷയമല്ല, ഞാൻ സ്വയസ്നേഹം. Yeah, I just love myself. I don't care what happens around the world, or I have no relationship with God. ദൈവവചനം പറയുന്നത് ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെത്താൻ ത്യജിച്ച്
തൻ്റെ ക്രൂശ് എടുത്ത് ക്രിസ്തുവിനെ അനുഗമിക്കണമെന്നാണ് പറയുന്നത്. The scriptures remind us that if we need to follow Jesus, we need to deny ourselves and carry our cross. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ലോകത്തിൻ്റെ പഠിപ്പിക്കലുകൾക്ക് നിന്നും വ്യത്യസ്തങ്ങളാണ്. What the Bible teaches is contrary to what the world teaches. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പഠിപ്പിക്കലുകൾ കൂടുതലായി നമ്മുടെ തലയ്ക്കകത്ത് കയറുമ്പോൾ പലപ്പോഴും ബൈബിൾ നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. So when we pay too much attention to the things of the world, we cannot focus on the word of God. നമുക്ക് എല്ലാവർക്കും നാച്ചുറലി നമുക്ക് എല്ലാവർക്കും നമ്മളോട് സ്നേഹമുണ്ട്. It's a natural tendency to love oneself. നമുക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമുക്ക് സ്നേഹമുണ്ട്. സ്വന്തം ജഡത്തെ പകയ്ക്കുന്നവരാരും ഇല്ല. I doubt there's anybody that hates their own bodies. അതിനപ്പുറത്ത് ഒരു സ്നേഹം അത് പാടില്ല. ദൈവവചനം അനുവദിക്കാത്ത നിലയിലുള്ള സ്നേഹം, മറ്റുള്ളവരൊന്നും വിഷയമല്ല, ഞാൻ മാത്രമാണ് വിഷയമെന്നുള്ള ആ സ്വയ സ്നേഹത്തിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. So we should not go into a state where we only end up loving ourselves. ഇതെല്ലാം പറയാനാണ് ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ 19 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, സ്തോത്രം, ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തിയെ ത്യജിക്കുന്ന ആളുകളെ കുറിച്ച് അവിടെ പറയുന്നു. So Paul is summarizing by saying that they have a form of godliness but denying its power. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. And from such people turn away. ഈ പറയപ്പെട്ട ലിസ്റ്റിലുള്ളവരെ വിട്ട് ഒഴിഞ്ഞ് നിൽക്കുക എന്ന് തിമോത്തിയോസിനോട് പറയുന്നു. He is telling Timothy to set himself apart from all the people showing these characters. ആമേൻ. ഈ 19 കൂട്ടം സ്വഭാവങ്ങൾ ഉള്ളവരിൽ നിന്ന് അകന്നു നിൽക്കാൻ തിമോത്തിയോസിനോട് അപ്പോസ്തലനായ പൗലോസ് ആവശ്യപ്പെടുകയാണ്. Apostle Paul is telling Timothy to stay away from such people. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, വേഴ്സ് 6 and 7 എന്ന് വായിക്കുമോ? ആ അപ്പൊ ഈ പറയപ്പെട്ട ലിസ്റ്റിലുള്ളവരുടെ മറ്റൊരു പ്രത്യേകത, അന്നത്തെ കാലഘട്ടത്തിൽ വീടുകളിൽ വീടുകൾക്കകത്ത് കടന്ന് സത്യത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കാത്ത, അന്നത്തെ കാലഘട്ടത്തിൽ വീടുകളിലാണ് സ്ത്രീകളാണ് കൂടുതലുള്ളത്, ആ സ്ത്രീകളെ തെറ്റിച്ച് കളയുന്ന ആൾക്കാർ. So in verses 5 and 6 and 7 we read that people who show the above characters that we mentioned also have another character. So they creep into households and make captives of gullible women. ഈ പാപ സ്വഭാവമുള്ളവർ വീടുകൾക്കകത്ത് കയറി പഠിക്കുന്നുണ്ടെങ്കിലും പരിജ്ഞാനം പ്രാപിച്ചിട്ടില്ലാത്ത സ്ത്രീകളെ തെറ്റിച്ച് കളയുന്നു. So these people with all these sinful characters, they will creep into households and make captives of gullible women who have knowledge but no wisdom. നമ്മുടെ ഭവനങ്ങൾക്കകത്തേക്ക് പിശാചിൻ്റെ യാതൊരു പദ്ധതികളും കടക്കാതെ വണ്ണം നാം നമ്മുടെ ഭവനങ്ങളെ സൂക്ഷിക്കണം. We need to take care of our households, not to give the foothold for the devil to come into our lives. യാതൊരു നിലകളിലും ദൈവികമല്ലാത്തതൊന്നും നമ്മുടെ ഭവനത്തിന്റെ അകത്ത്, നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് കയറുവാൻ അനുവദിക്കാതെ പ്രാർത്ഥനയുടെ കോട്ട കെട്ടി നമ്മുടെ കുടുംബത്തെ കാക്കുവാൻ നമുക്ക് കഴിയണം. We should build a protection of prayer around our households and not allow the devil to come into our families or into our household. പിശാച് പല നിലകളിൽ നമ്മുടെ കുടുംബത്തിന്റെ അകത്തേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് കടക്കാൻ ശ്രമിക്കും. അതിന് പല സ്ട്രാറ്റജീസ് പിശാച് പ്രയോഗിക്കും. എന്നാൽ നമ്മുടെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുവാൻ, നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യുവാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. പ്രാർത്ഥനയോടെ നമ്മൾ അതിനെ സൂക്ഷിക്കണം. The devil will try many schemes to creep into our households, but we as spiritual children of God, we need to use the power of prayer to stop the devil from entering our houses. പിശാച് മനുഷ്യരെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ആളുകൾ മനുഷ്യരെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യരെ ഒരാളെ യൂസ് ചെയ്തുകൊണ്ട് മറ്റൊരാളുടെ ആത്മീക ജീവിതത്തെ തകർക്കുന്ന അനുഭവം, ദൈവത്തിങ്കിൽ നിന്ന് അകറ്റിക്കളയുന്ന അനുഭവം, ദൈവത്തിങ്കിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്ന ഏതൊക്കെ ബന്ധങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ കട്ട് ചെയ്യണം. So the devil makes use of people. He uses people to come into our households and try to deceive us. ദൈവവചനത്തിൽ നിന്നും ദൈവത്തിങ്കിൽ നിന്നും നമ്മെ അകറ്റുന്നതെല്ലാം നമ്മൾ കട്ട് ചെയ്യണം. We need to cut off everything that separates us from the love of God. ഹല്ലേലൂയ. ദൈവമാണ് നമ്മുടെ പ്രയോറിറ്റി. God should be our priority. ദൈവവചനമാണ് നമ്മുടെ പ്രയോറിറ്റി. The word of God should be our priority. ഹല്ലേലൂയ. അപ്പോൾ അടുത്ത ഭാഗത്തിൽ വരുമ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുക. അപ്പോൾ തന്നെ തിരുവചനം നമ്മൾ പഠിക്കുകയും കൂടെ ചെയ്യുന്നത്.
So I'm going through that quickly, but at the same time, we also need to study the Word of God. സഭയ്ക്കകത്താ ബൈബിൾ പഠിക്കേണ്ടത്. We need to study the Word of God in worship. സ്തോത്രം. സഭയ്ക്കകത്ത് പഠിച്ചില്ല പിന്നെ എവിടെ പഠിക്കുന്നേ? It is in church service that we need to study the Word of God. പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊന്നും അല്ലതാനും. I know it's not interesting to study the Word of God. രണ്ട് ഉണർവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്ര സന്തോഷമായിട്ട് നമ്മളങ്ങ് പോകും. ഉണർവ് വേണ്ടെന്നല്ല, ഉണർവ് വേണം, പക്ഷേ ബൈബിൾ പഠിക്കുകയും കൂടെ വേണം. We also need to study the Word when we come to church. നമുക്ക് വേണ്ട ബൈബിൾ ബേസ്ഡ് റിവൈവലാ. We need a Bible-based revival. ശബ്ദം കൊണ്ട് മാത്രം അവസാനിക്കുന്ന റിവൈവൽ അല്ല. ശബ്ദമുണ്ട്, റിവൈവലിനകത്ത് വരുമ്പോൾ ദൈവാത്മാവ് പ്രവർത്തിക്കുമ്പോൾ ശബ്ദമൊക്കെ ഉണ്ടാവും. പക്ഷേ കേവലം ശബ്ദത്തിൽ മാത്രമല്ല, ബൈബിൾ ബേസ്ഡ്, ഡോക്ട്രിൻ ബേസ്ഡ് റിവൈവലാണ് നമുക്ക് വേണ്ടത്. It's not just by worship alone, but we also need to be led by the doctrine of the Word of God. അപ്പോൾ ബൈബിൾ പഠിക്കണം. So we need to study the Word of God. സിസ്റ്റമാറ്റിക് ആയിട്ട് ബൈബിൾ പഠിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം കൂടെ ഉണ്ട്. സ്തോത്രം. മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ ഒരു എക്സ്റ്റൻഷൻ കോഴ്സ് ഇവിടെ UK ആരംഭിക്കുന്നുണ്ട്. ഈവനിങ് ഓൺലൈൻ ബൈബിൾ സ്റ്റഡീസ് ഈവനിങ്ങുകളിലാണ്. 3 or 4 days, ഞാൻ ഓർമ്മ പറഞ്ഞതുള്ളൂ, 3 or 4 days നമുക്കുണ്ടാകും. അപ്പോൾ അവർ അത് സ്റ്റാർട്ട് ചെയ്യുവാണ്. മെയ്യോടുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഒരു റെസ്പോൺസിബിലിറ്റി, മണക്കാലയിൽ പഠിച്ച ഒരു ദൈവദാസൻ എന്ന നിലയിൽ എനിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ ബൈബിൾ സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പളായിട്ട് അവർ എന്നെയാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്തിൽ പഠിക്കാനുള്ള അവസരമുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. ഞാനും ഒരു ദൈവഹിതമെങ്കിൽ, ദൈവ ഇഷ്ടമെങ്കിൽ ഒരു ഫാക്കൽറ്റി മെമ്പറായിട്ട്, ഒരു ടീച്ചറായിട്ട് ഞാനും ഉണ്ടാകും. If anybody wishes to study the Word of God, I can just remind you that the Faith Theological Seminary that's based in Manakala and Kerala, they're starting a course here in the UK as well. It will be a few days in the week during the evenings, so you can also request you to attend that study course if you wish to, and I can also inform you that I've been appointed as the vice president of this of this Bible study course. ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയാണ്. അപ്പോൾ തന്നെ മറ്റ് ദൈവദാസന്മാർ, മറ്റ് ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, മണക്കാലയിലുള്ള ടീച്ചേഴ്സ്, അവരൊക്കെ ഓൺലൈനിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാകും. There's also be other anointed people of God who will be taking online classes. Okay, നമ്മൾ ദൈവവചനം പഠിക്കണം. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ കർത്താവിന്റെ വചനം പഠിക്കണം. So the crux is we need to study the Word of God. ദൈവത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ കർത്താവിന്റെ വചനം പഠിക്കണം. If you need to stand for God, we need to study the Word of God. അവിടെ അടുത്ത ഭാഗത്തിൽ പറയുന്നു, യന്നേസും യംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ഈ പറയപ്പെട്ട ലിസ്റ്റിൽപ്പെട്ടവര് ദൈവത്തോട് എതിർത്ത് നിൽക്കുന്നു, ദൈവത്തോട് മറുത്തു നിൽക്കുന്നു. So we read in verses 8 that just these people with these characters that we mentioned will resist the truth, just as Jannes and Jambres resisted Moses. ഹല്ലേലൂയ. യന്നേസ് യംബ്രേസും ആരാന്നുള്ളത് ബൈബിളിൽ നമുക്ക് പുറപ്പാട് പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ വേദപണ്ഡിതാക്കൾ പറയുന്നത് ഈ യന്നേസും യംബ്രേസും എന്ന് പറയുന്നത് ഫറവോന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന മന്ത്രവാദികളിൽ പ്രമുഖരായിരുന്നു. അവരാണ് മോശ അത്ഭുതം ചെയ്തപ്പോൾ അതിനപ്പുറത്ത് നിന്ന് അത്ഭുതം കാണിച്ച, ദൈവത്തിന്റെ സത്യത്തോട് എതിർത്ത് നിന്ന, മോശയോട് എതിർത്ത് നിന്ന രണ്ട് വ്യക്തികൾ. So we read in biblical scholars have mentioned that Jannes and Jambres were the leaders of the witchcraft that lived in Pharaoh's time and who opposed Moses and the miracles that he was doing. സ്തോത്രം. മോശ വടിയെ പാമ്പാക്കിയപ്പോൾ അവരും എന്താക്കി? പാമ്പാക്കി. ഹല്ലേലൂയ. പക്ഷേ എന്താ സംഭവിച്ചത്? മോശയുടെ വടി മറ്റ് പാമ്പുകളെ വിഴുങ്ങിക്കളഞ്ഞു. So when Moses changed the rod into a snake, these witchcraft people also changed rods into snakes, but the snake that Moses created ate the other snakes. സ്തോത്രം. അപ്പോൾ പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 8-ാം അധ്യായത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. മറ്റു പല അത്ഭുതങ്ങളും മോശ ചെയ്ത കൂട്ടത്തിൽ തന്നെ അവരും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. We read that in the book of Exodus when Moses did these miracles, these witchcraft people also were able to do those miracles. സ്തോത്രം. ആമേൻ. അപ്പോൾ തുടർന്ന് താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ ആമേൻ, അടുത്ത ഭാഗത്തിൽ നമ്മൾ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സ്തോത്രം, ദൈവത്തിൻ്റെ സത്യത്തോടെ എതിർത്ത് നിൽക്കുന്നവരുടെ കുറിച്ച് പറയുന്നു. വേഴ്സ് 9 ഒന്ന് വായിക്കാം. വേഴ്സ് 9. സ്തോത്രം. ഈ പറയപ്പെട്ടവര് അധികം മുമ്പോട്ട് പോകത്തില്ല, അവരുടെ ബുദ്ധികേട് വെളിപ്പെട്ടു വരും.
So in verse 9, we read that these people with such characters who corrupt the minds of people and resist the truth, they will progress no further. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെയുള്ളവർ അധികം മുഴുക്കത്തില്ല. ആമേൻ. അവരുടെ ബുദ്ധികേട് വെളിപ്പെട്ടു വരും. They shall proceed no further. ആമേൻ. അവരുടെ ബുദ്ധികേട് ആമേൻ വെളിപ്പെട്ടു വരും. ദൈവം വെളിപ്പെടുത്തും. For their folly will be manifest to all. സ്തോത്രം. Yeah. So in verse 9 it says that they will progress no further, but God will manifest their folly before the other people. ആമേൻ. അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 9 കൂട്ടം കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്. 9 കൂട്ടം കാര്യങ്ങൾ അത് വായിച്ച് നമ്മൾ വളരെ വേഗത്തിൽ ചിന്തിക്കാൻ പോവുകയാണ്. 9 കൂട്ടം കാര്യങ്ങൾ പറയുന്നു. ആമേൻ. അതിന്റെ 10-11 വാക്യങ്ങൾ. 10ാമത്തെ വായിച്ചു. ആ തിമോത്തിയോസിനോട് പറയുകയാണ്, നീ കണ്ടറിഞ്ഞിട്ടുണ്ട് എൻ്റെ ആമേൻ വിശ്വാസം, എൻ്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത, ഇതൊക്കെ നീ കണ്ടറിഞ്ഞിട്ടുണ്ടല്ലോ. Here Paul is writing to Timothy to remind him that you have seen, he is mentioning 9 things that Timothy has witnessed happen in the life of Paul. ആമേൻ. തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര അനിന്യമായും പവിത്രമായും നടന്നു. സ്തോത്രം. ആമേൻ. അനിന്യമായി പവിത്രമായി ആമേൻ ജീവിതം നയിച്ച അപ്പോസ്തലനായ പൗലോസിനെയും കൂടെയുള്ള ദൈവദാസന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നു. So in the book of Thessalonians we can read how holy and separate lives that Paul and his followers lived. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 Thessalonians 1:5. നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് സുവിശേഷം പ്രസംഗിക്കുക മാത്രമല്ല, തന്റെ ജീവിതവും ഉണ്ടായിരുന്നു. So Paul is again reminding us when he writes to the Thessalonians what sort of a life they lived and what example they set. സുവിശേഷം പറയുക മാത്രമല്ല, നമ്മുടെ ലൈഫിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. It's not just evangelizing but also how we live in Christ. Praise the Lord. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ കെടുത്തിക്കളയുന്ന അനുഭവമല്ല ഒരു ദൈവ പൈതലിൽ വെളിപ്പെടേണ്ടത്. So as a child of God should not show a form of godliness and reject the truth but live a life that is pleasing before God. ആമേൻ. നമ്മൾ വചനം പ്രസംഗിക്കുക മാത്രമല്ല, സുവിശേഷം പങ്കുവെക്കുക മാത്രമല്ല, വിശ്വാസികളെന്ന് വിളിച്ചു പറയുക മാത്രമല്ല, നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ നമുക്ക് കഴിയണം. By our lives we need to proclaim that we live for Christ and we are the sons of God. നമ്മുടെ ലൈഫ് കാണുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകണം, ഹി ഈസ് സംതിങ് ഡിഫറെന്റ് ഓർ ഷീ ഈസ് സംതിങ് ഡിഫറെന്റ്. വ്യത്യസ്തനാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം. People need to look at how we live our lives and say or testify about us that they are actually children of God. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയാകണം. We need to glorify God through how we live. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പുറമേയുള്ള പ്രകടനങ്ങൾ മാത്രമല്ല, പുറമെ വിശ്വാസി എന്ന ലേബൽ മാത്രമല്ല, വെള്ള ഷർട്ടും ക്ലീൻ ഷേവും അല്ലെങ്കിൽ അങ്ങനെയുള്ള പുറമേയുള്ള കാര്യങ്ങൾ മാത്രമല്ല, അവൻ നമ്മുടെ ലൈഫിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ നമുക്ക് കഴിയണം. നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ കഴിയണം. It is not just in our outward appearance that we need to show that we are children of God, but in how we conduct ourselves as well, that the world should say that they are actually the children of God. സ്തോത്രം. അടുത്ത ഭാഗത്തിൽ അപ്പോസ്തലൻ പറയുന്നു, അവൻ ഇക്കോനിയയിലും അന്ത്യോക്യയിലും ഇക്കോനിയയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടങ്ങളും ഒക്കെ നീ കണ്ടറിഞ്ഞിട്ടുണ്ടല്ലോ. So he's also telling Timothy that you have seen all the struggles and the afflictions that I went through at Antioch, Iconium and Lystra. സ്തോത്രം. നമുക്കറിയാം ലുസ്ത്രയിലൊക്കെ സംഭവിച്ച കാര്യങ്ങൾ നമുക്കറിയാം, പീഡകൾ ഉണ്ടായത് നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസിനെതിരായിട്ട് വന്ന വിഷയങ്ങളൊക്കെ അറിയാം. ആമേൻ. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന തിമോത്തിയോസിനോട് പറയുകയാണ്, ഞാൻ ഇതൊക്കെ അനുഭവിച്ചത് നിനക്കറിയാമല്ലോ. He's reminding Timothy that you are aware of all the persecutions and afflictions that I faced at Lystra. അപ്പോസ്തലനായ പൗലോസിന്റെ ഒന്നാമത്തെ മിഷണറി ജേർണിയിൽ ആണ് ഇതൊക്കെ
സംഭവിക്കുന്നത്? ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ തിമോത്തിയോസേ നീ കണ്ടറിഞ്ഞിട്ടുണ്ടല്ലോ. Timothy is aware of all the persecutions that Paul faced on his first missionary journey. ജന്മനാ മുടന്തനായ ഒരുത്തരെ സൗഖ്യമാക്കിയതും അതിനനന്തരമായിട്ടുണ്ടായ പീഡയും അറിയുന്നല്ലോ. You know that I healed a man who was disabled from birth and the persecutions I faced thereafter. ദൈവദാസന്മാർ നന്മ മാത്രമാണ് ചെയ്തത്, പക്ഷേ അവർക്ക് എതിരായിട്ട് വന്നത് കല്ലേറുകളാണ്. The servants of God only did good things, but they faced persecution by stone throwing. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ആമേൻ, ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു എന്നിട്ട് പറയുന്നു, അവയെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. So Paul is writing that whatever persecutions I endured, and out of them all the Lord delivered me. ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പെർസിക്യൂഷൻസിലൂടെയൊക്കെ കടന്നുപോയി, പക്ഷേ എൻ്റെ കർത്താവ് അതിൽ നിന്നെല്ലാം എന്നെ വിടുവിച്ചു. വിടുവിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. We have a God who is able to deliver us from every persecution or affliction that we may face. നമ്മെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. We have a God who will deliver us. ദാനിയേലിനെ സിംഹത്തിന്റെ വായടച്ചുകൊണ്ട് വിടുവിച്ച ഒരു കർത്താവ് നമുക്കുണ്ട്. We have a God who shut the mouth of lions and saved Daniel. സിംഹത്തിന്റെ ഗുഹയിൽ ദാനിയേൽ വീണു, പക്ഷേ സിംഹത്തിന്റെ വായെ സ്വർഗ്ഗം അടയ്ക്കുവാനിടയായി തീർന്നു. Daniel was thrown into the cave of the lions, but God shut the mouths of the lions. ഹല്ലേലൂയ. സിംഹം ശക്തിയുള്ള മൃഗമാണ്, അത് വന്യമൃഗമാണ്, അത് ദാനിയേലിനെ അറ്റാക്ക് ചെയ്യാൻ ശക്തിയുള്ള മൃഗമാണ്. പക്ഷേ സർവശക്തൻ ഇറങ്ങി ദാനിയേലിന് വേണ്ടി നിൽക്കുകയാണ്. The lion could have killed Daniel, but God intervened and saved his life. തന്നെ സേവിക്കുന്ന തന്റെ ദാസന്മാർക്ക് വേണ്ടി, തന്റെ ദാസിമാർക്ക് വേണ്ടി, തന്റെ മക്കൾക്ക് വേണ്ടി ഇറങ്ങി വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. We have a God who comes down and protects his children. ആമേൻ. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും തീയിൽ വീണപ്പോൾ തീയുടെ ബലത്തെ കെടുത്തിക്കൊണ്ട് നാലാമനായി ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. When Shadrach, Abednego and Meshach were thrown into the fire, we see that God came down into the fire and reduced the intensity of the fire. ഒരുപക്ഷേ പ്രിയ ദൈവ പൈതലേ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയം തീക്ക് സമാനമായ വിഷയമായിരിക്കാം. ആമേൻ. ഒത്തിരി പ്രതിസന്ധികളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്, പക്ഷേ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്. നമ്മെ ഉപേക്ഷിക്കാത്തൊരു കർത്താവുണ്ട്. നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. നമ്മുടെ പ്രതിസന്ധികളിൽ ഇറങ്ങി വെളിപ്പെടുന്ന ഒരു കർത്താവുണ്ട്. Dear brothers and sisters, you may be going through unimaginable difficulties or trials in your life, but we have a God who is able to come down and deliver us from every situation we are going through. ഫറവോന്യ ബന്ധനത്തിലായിരുന്ന തന്റെ ജനത്തെ വിടുവിക്കുവാൻ വേണ്ടി, ആമേൻ, ബലമുള്ള കരത്തിന്റെ ഉടമസ്ഥൻ ഇറങ്ങി വന്നു. എന്റെ കരം കണ്ടിട്ടല്ലാതെ ഫറവോൻ നിങ്ങളെ വിട്ടയക്കത്തില്ല, പക്ഷെ എന്റെ കരം, ആമേൻ, വെളിപ്പെടുമെന്ന് ദൈവം പറഞ്ഞു. ദൈവം ആ കരം വെളിപ്പെടുത്തി. God came down and rescued his people from slavery in Egypt by his mighty hand. ഹല്ലേലൂയ. തന്റെ ജനത്തിനു വേണ്ടി ബലമുള്ള കരത്തിന്റെ ഉടമസ്ഥൻ ഇറങ്ങി വന്നെങ്കിൽ ഇന്നും, ആമേൻ, തന്റെ ജനത്തിനു വേണ്ടി താൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. If God came down and saved Israel by his mighty arm, he's still powerful to come down and save us from our difficulties. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഹല്ലേലൂയ, ആലോചനകളിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ഒരു ദൈവമുണ്ട്. അവൻ ആലോചനകളിൽ വലിയവനാണ്, അവൻ പ്രവൃത്തിയിൽ ശക്തിമാനുമാണ്. So every prayer that we pray, God is faithful to come down and rescue us from our situations that we face. ഹല്ലേലൂയ. സ്തോത്രം. കേവലം സംസാരിക്കുക മാത്രം ചെയ്യുന്ന ദൈവമല്ല, അവൻ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. He's not a God just who talks, but he also works in our lives. ഹല്ലേലൂയ. നമ്മുടെ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. We have a God who's able to do mighty things in our lives. നമ്മുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. Our God will deliver us. അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്നു, അല്ലെങ്കിൽ എഴുതി അവൻ തിമോത്തിയോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി, അത് നിനക്ക് അറിവുള്ളതാണല്ലോ. എൻ്റെ കർത്താവ് അതിൽ നിന്നൊക്കെ എന്നെ വിടുവിച്ചു. അങ്ങനെയെങ്കിൽ നീയും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു, ആമേൻ, നിന്നെയും വിടുവിപ്പാൻ, ആമേൻ, എൻ്റെ ദൈവം ശക്തനാണ്. So Apostle Paul is reminding Timothy and strengthening him by saying that you saw the God who rescued me out of all my difficulties. Likewise, God is also able to strengthen you and deliver you from all your persecutions and afflictions. അടുത്ത ഭാഗത്തിൽ പറയുന്നു, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപദ്രവമുണ്ട്. So in the next verse we read that all who desire to live godly in Christ Jesus will suffer persecution. ആമേൻ. ഗോഡ്ലി ലൈഫ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പെർസിക്യൂഷൻ ഉണ്ട്.
So all who desire to live godly life will suffer persecution. ഈ ലോകം ഒരിക്കലും ഒരു ദൈവ പൈതലിന് അനുകൂലമല്ല. The world is never conducive to a spiritual person. ഈ ലോക സാഹചര്യങ്ങൾ ഒരിക്കലും ഒരു സ്പിരിച്വൽ ലൈഫിന് സപ്പോർട്ടീവ് അല്ല. The circumstances that we face in this world will never sustain a spiritual life. എത്ര പേർക്ക് ആ തിരിച്ചറിവുണ്ട്, ബോധ്യമുണ്ട്? സാഹചര്യങ്ങളെല്ലാം ഫേവറബിൾ ആയിട്ട് ഞാൻ കർത്താവിനെ സേവിക്കാം, ജീവിതത്തിൽ ഒരിക്കലും അത് സാധ്യമാകത്തില്ല. You will never get to a situation where all your situations will be favorable that you can start to praise and worship God. കാരണം ഈ ലോകം നമുക്ക് അനുകൂലമല്ല. Because the world is not for us. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി കഴിയുമ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ ആയുസ്സിൽ ഒരിക്കലും പ്രവർത്തിക്കാനോ ഒന്നും ചെയ്യാനോ കഴിയത്തില്ല. If you're thinking that I will start praising God or believing in God when my conditions are favorable, just remember it will never happen. എല്ലാ വിഷയങ്ങളും മാറിക്കഴിയുമ്പോൾ ഒന്ന് ആത്മാവിൽ ആരാധിച്ച് ബലപ്പെടണം. You cannot say that I will praise and worship God in the spirit when all my problems have gone away. ഇന്നലെ ഞാൻ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാനിടയായി തീർന്നു. അവർ എന്നെ വിളിച്ചായിരുന്നു. കാരണം ബൈബിൾ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ മാഞ്ചസ്റ്ററിൽ പോയിട്ട് അവിടെ അനീഷ് തോമസ് എന്ന് പറഞ്ഞ പവവിഷനിൽ പ്രസംഗിക്കുന്ന കർത്താവിന്റെ ദാസൻ അനീഷ് തോമസ് ആണ് പ്രസംഗിച്ചത്. അപ്പോൾ അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു, അതെനിക്ക് ഒത്തിരി രസകരമായിട്ട് തോന്നി. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ഒരിക്കലും ഒരു ചർച്ചിൽ താൻ ശുശ്രൂഷിക്കാൻ ചെന്നു. അപ്പോൾ അവിടെ ഒരു അച്ചായനുണ്ടായിരുന്നു. പുള്ളിക്കാരന് 1.5 മണിക്കൂർ ശക്തമായിട്ട് വചനം പ്രസംഗിച്ചു, ഒരു അനക്കവും ഇല്ല. അപ്പോൾ അവിടുത്തെ പാസ്റ്ററിനോട് ചോദിച്ചു, ഈ പുള്ളിക്ക് ചെവിക്ക് വല്ല കുഴപ്പമുണ്ടോ? സ്തോത്രം. As I mentioned earlier, I went to a meeting with the Sharon Fellowship yesterday, and we had a guest speaker there who was talking about an instance where he was talking that when he attended a church service, there was a member who was preaching powerfully from the Word of God, but there was no response from the audience. ഒരു അനക്കവും ഇല്ലെന്ന് പറഞ്ഞാൽ ഒരു പ്രതികരണവും ഇല്ല. പുള്ളി ഇങ്ങനെ ഇരിക്കുക. പറഞ്ഞ് പാസ്റ്ററെ അദ്ദേഹത്തിന് ചെവിക്ക് വല്ല, അദ്ദേഹത്തിന് ഒരു ചെവിക്ക്, അദ്ദേഹം എന്നിട്ട് പാസ്റ്റർ തിരിച്ചു പറഞ്ഞു, അദ്ദേഹത്തിനേ ഉള്ളൂ ഇവിടെ ചെവിക്ക് കുഴപ്പമില്ലാത്ത ഉണ്ടെങ്കിൽ, കാരണം മറ്റാരും കേൾക്കാത്തതൊക്കെ പുള്ളി കേൾക്കും, എന്നിട്ട് സഭയ്ക്കകത്ത് പ്രശ്നം ഉണ്ടാക്കുമെന്ന്. So when he was preaching, this person did not show any sort of response to the message. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ എന്നാലും ഞാൻ ഈ 1.5 മണിക്കൂർ ഇത്ര ശക്തമായിട്ട് പ്രസംഗിച്ചിട്ടും പുള്ളിക്ക് ഒരു അനക്കവും ഇല്ലല്ലോ എന്ന്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ 1.5 മണിക്കൂർ പാസ്റ്റർ, നിങ്ങൾ 1.5 മണിക്കൂറല്ല പ്രസംഗിച്ചു, ഞാൻ 3 വർഷമായിട്ട് പ്രസംഗിക്കുക, എന്നിട്ട് ഒരു അനക്കവും ഇല്ല. So the guest pastor was telling the local pastor that I preached for almost 1.5 hours and there's no response from this person. So the local pastor said, you only preached 1.5 hours, I preached 3 years and he's never changed. പുള്ളിക്കാരൻ ഈ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇവിടെ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കാര്യങ്ങളാണ് പുള്ളിയുടെ മുഴുവൻ ചിന്ത. പുള്ളി കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. This person has lots of shares in the stock market, so he's calculating his stocks and his shares when he's coming to church. പുള്ളിയുടെ ചിന്ത മുഴുവൻ അതാ. That's all he's thinking about. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും ആ ചർച്ചിൽ പ്രസംഗിക്കാൻ പോയി. So after a while, this guest pastor went back to that church again. ഞാനല്ല, പാസ്റ്റർ അനീഷ് തോമസ് അദ്ദേഹം. അപ്പോൾ എന്നിരുന്നപ്പോൾ തൊട്ട് ഈ അച്ഛൻ ഭയങ്കര സ്തോത്രവും ഹല്ലേലൂയ. പുള്ളി പറഞ്ഞത് വേണ്ടടത്തും വേണ്ടാത്തതും എല്ലാം ഹല്ലേലൂയ സ്തോത്രം പറയുക. So this time the guest pastor said, when I spoke from the word of God, this person was rejoicing and worshiping God. അപ്പോൾ പുള്ളിക്കാരൻ മെസ്സേജ് കഴിഞ്ഞിട്ട് പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്റർ ഇത് നമ്മുടെ പഴയ അച്ഛനല്ലേ എന്ന്. അത് പറഞ്ഞു, അത് പുള്ളി തന്നെയാണ്, പിന്നെ ഭയങ്കര മാറ്റമാണല്ലോ എന്ന് പറഞ്ഞു. So he asked the local pastor, this is the same person who didn't respond to my message last time, now he's so responsive, what happened? ഒരാഴ്ചയായി ഈ സോക്കേട് തുടങ്ങിയിട്ട് എന്ന് പാസ്റ്റർ പറഞ്ഞു, വേണ്ടടത്തും എല്ലാ സ്തോത്രം പറയും. The local pastor said it's only been a week, so in every instance he keeps worshiping God. ഞാൻ പറഞ്ഞത് ആ ദൈവാസ അനീഷ് തോമസ് പറഞ്ഞ അതേ ലാംഗ്വേജ് അങ്ങ് പറയുക. ഞാൻ എൻ്റെ കയ്യിലിട്ട് പറയുന്നില്ല, അത് അതുപോലെ അങ്ങ് പറയുക. ഭയങ്കര സ്തോത്രം ഹല്ലേലൂയ. ഒരാഴ്ചയായിരുന്നു പറയാം. പാസ്റ്റർ അപ്പോൾ ചോദിച്ചു, എന്തോ പറ്റി ഈ അച്ചായൻ, എന്തോ പറ്റി ഇത്ര ഉണർവുണ്ടാകാൻ? So yeah, the guest pastor asked the local pastor, what happened to this person? He's such a change from last time. അച്ചായനൊരു മുഴ ഉണ്ടായി, അത് ബയോപ്സിക്ക് വിട്ടേക്കുക, അതിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല, ഭയങ്കര സ്തോത്രമാണ്. So the local pastor said he found a lump in his body and its sample has been sent off for biopsy, so it's waiting for the result. അതുകൊണ്ടാണ് ഈ ഒരാഴ്ചയായിട്ട് ഭയങ്കര പ്രാർത്ഥനയാണ്. That's why he is praising and worshiping God now. സ്തോത്രം. അപ്പോൾ ആ സംഭവം എന്നെ ചിന്തിപ്പിക്കാനിടയായി തീർന്നു. So I was able to focus on that instance. അപ്പോൾ നമ്മൾ ദൈവസന്നിധി ഇരിക്കുമ്പം
നമ്മൾ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും സ്തുതിയും ഒക്കെ കൊടുത്ത് മുമ്പോട്ട് പോകാൻ ഇടയാകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. രോഗം വന്നാലും വന്നില്ലെങ്കിലും, രോഗം വന്നാലും ദൈവത്തെ സ്തുതിക്കണം, രോഗം വന്നില്ലെങ്കിലും സ്തുതിക്കണം. സ്തോത്രം. ജീവപര്യന്തം നമുക്ക് എത്രത്തോളം ആയുസ് തരുന്നോ അത്രത്തോളം നമ്മൾ ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ഒക്കെ ഇടയായി തീരണം. So we need to worship God in all circumstances. ഹല്ലേലൂയ. കഷ്ടത വരുമ്പോഴും ദൈവത്തെ സ്തുതിക്കണം, കഷ്ടത ഇല്ലാത്തപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. With or without difficulties, we still need to praise God. കഷ്ടത വരും, പ്രയാസം വരുമ്പോൾ പ്രയാസം തന്നതിനല്ല ദൈവത്തെ സ്തുതിക്കുന്നത്, പ്രയാസങ്ങളുടെ നടുവിലും ദൈവം എന്നെ നിർത്തുന്നല്ലോ, അതിനായി സ്തോത്രം. We should not praise God because we are facing the difficulties, but God is able to sustain us through those situations. രോഗം വന്നതുകൊണ്ടല്ല ദൈവത്തെ സ്തുതിക്കുന്നത്, ഈ രോഗത്തിന് നടുവിലും നിൽക്കാൻ എനിക്ക് കർത്താവ് കൃപ തരുന്നല്ലോ, അതിനായി സ്തോത്രം. I'm not praising God because I got the sickness, but God is giving me the grace to stand through the sickness. രോഗം ഇല്ലെങ്കിലും ദൈവത്തെ സ്തുതിക്കണം. കർത്താവ് രോഗമില്ലാതെ സൂക്ഷിക്കുന്നതിന് സ്തോത്രം എന്ന് പറയണം. We should also praise God when we are healthy because God has given us a healthy life. എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിപ്പാൻ ഇടയാകണം. Let us praise God at all times. അപ്പൊ ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് എല്ലാ ഉപദ്രവവും ഉണ്ടാകും. So all who desire to live godly life will suffer persecution. ഉപദ്രവം ഉണ്ട്. So there is persecution. ലോകം നമുക്ക് അനുകൂലമല്ല. The world is not for us. നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ വേൾഡ് സപ്പോർട്ട് ചെയ്യത്തില്ല. The world is not conducive to a spiritual life. നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിനെല്ലാം നമ്മൾ കട്ട് ചെയ്യണം. So we need to cut out everything that destroys our spiritual life. കർത്താവിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലണം. We need to draw closer to God. യേശുവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലണം. We need to draw closer to the presence of the Lord Jesus Christ. കരയണം. We need to cry before God. പ്രാർത്ഥിക്കണം. Pray before God. കണ്ണുനീരൊഴുക്കണം. We need to shed tears to God. കൃപ ഇറങ്ങി വരും. And grace will come down. ദൈവശക്തി ഇറങ്ങി വ്യാപരിക്കും. And the strength of God will multiply. നമ്മുടെ വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കും. God will work in every situation in our lives. നമ്മെ ദൈവം ശക്തീകരിക്കും, ബലപ്പെടുത്തും. God will strengthen us and empower ദൈവം us. നമ്മെ മുമ്പോട്ട് വഴി നടത്തും. And He will lead us faithfully. പ്രശ്നം വരുമ്പോ, പ്രയാസം വരുമ്പോ ദൈവത്തോട് മറുതലിക്കാനും വെറുപെറുക്കാനും അല്ല. We should not be stubborn or murmur against God when we have problems. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധി മുഴങ്കാലും മടക്കണം. We need to kneel down before God when we face അപ്പാ difficulties. എനിക്ക് അങ്ങല്ലാതെ മറ്റാരുമില്ല, അവിടുന്ന് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് മുഴങ്കാലിലിരുന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. We need to get down on our knees and cry out to God saying there is no one that can deliver me from the situation. തമ്പുരാന്റെ സന്നിധിയിൽ ഇരുന്ന് കരയണം. We need to cry before the presence of God. അഭിനയമല്ല. ഹല്ലേലൂയ. ഹൃദയത്തിൽ നിന്ന് വരുന്ന കണ്ണുനീരിനെ സ്വർഗ്ഗം ആമേൻ മറികടക്കത്തില്ല. It's not pretending crying, but the tears that come from the heart, heaven will not pass by. നമ്മെ ദൈവം ബലപ്പെടുത്തും. God will strengthen us. ദൈവം നമ്മെ ശക്തീകരിക്കും. God will empower us. ദൈവം നമ്മെ മുൻപോട്ട് നടത്തും. He will lead us forward. കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്തവൻ കൂടെ ഇരിക്കും. Jesus promised that He will be with us even to the end of the days. വഴികളെ ദൈവം നിരത്തും. God will level all the valleys. സെരുബാബേലിന് മുമ്പിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. അത് സെരുബാബേലിന്റെ മിടുക്കല്ല, സെരുബാബേൽ സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തി കൊണ്ട്. God will flatten every mountain that is in your midst. ഹല്ലേലൂയ. പ്രതിസന്ധികളെ മാറ്റി നിരപ്പായ പാതകളിലൂടെ മുൻപോട്ട് നടത്താൻ നമ്മുടെ ദൈവത്തിന് കഴിവുണ്ട്. God will level every valley and lead us faithfully through every situation we may face. ഈ ഭൂമിയിൽ നമുക്ക് കഷ്ടമുണ്ട്, എങ്കിലും നമ്മെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. In this world we have troubles, but God will strengthen us. ഹല്ലേലൂയ. അപ്പോൾ അടുത്ത വാക്യം കൂടെ ഞാൻ വേഗത്തിൽ പറയാം. ആമേൻ. എന്നിട്ട് പറയുകയാണ്, 13ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 13 verse 13. സ്വതന്ത്രം ഇവിടെ പറയുകയാണ്, ദുഷ്ട മനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. അപ്പൊ നീ എന്ത് ചെയ്യണം? അടുത്ത വാക്യം. സ്തോത്രം. അപ്പൊ ഇവിടെ പറയുകയാണ് ദുഷ്ട മനുഷ്യരും മായാവിയും. ഇത് കേട്ടപ്പോൾ മായാവി എന്താണെന്ന് അറിയാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടായോ? സ്തോത്രം. നമുക്കറിയാവുന്ന ആകെ മായാവി ബാലരമയ്ക്കകത്തിലെ മായാവിയാ. കുട്ടൂസനും ഡാഗിനിയും പിന്നൊരു മായാവിയും. അതാ നമുക്കറിയാവുന്ന മായാവി. ഇവിടെ ആ മായാവിയുടെ കാര്യമല്ല പറയുന്നത്. ഇവിടെ ദുഷ്ട മനുഷ്യർ. ഈ മായാവി എന്താണെന്ന് ഞാനിങ്ങനെ ഇന്നലെ ഇരുന്ന് ചിന്തിക്കുകയും വായിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവിടെ പറയുന്നത് ദുഷ്ട മനുഷ്യർ എന്ന് പറയുന്നത് ഓപ്പൺ എനിമിയാ. ഓപ്പൺ എനിമി. നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന
എനിമിയാണ്. ദുഷ്ട മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈവിളാണ് പ്രവർത്തിക്കുന്നത്, അവർ ഈവിളാണ് സംസാരിക്കുന്നത്, അവർ ദൈവത്തിൻ്റെ ആത്മാവുള്ളവരല്ല, അവർ പിശാചിനാൽ നടത്തപ്പെടുന്നവരാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതാ ദുഷ്ട മനുഷ്യർ. So God has given us a wisdom to recognize who the evil person is. ആമേൻ. അതാ ദുഷ്ട മനുഷ്യർ എന്ന് പറയുന്നത്. അടുത്തത് മായാവി എന്ന് പറയുന്നത് ഇമ്പോസ്റ്റേഴ്സ് അല്ലേ? എങ്ങനെയാ? ഇമ്പോസ്റ്റേഴ്സ്. അപ്പോൾ ഈ അതിനെക്കുറിച്ച് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദോസ് ഹു അപ്പിയർ ഗുഡ് ആൻഡ് മേ തിങ്ക് ഓഫ് അസ് ഫൈൻ ബട്ട് ദേ ആർ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സസ് എമംഗ് ജീസസ് ഫോളോവേഴ്സ്. അതാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ വായിച്ചത്. ഞാൻ അതുപോലെ എഴുതി വെച്ചിരിക്കുക. ദോസ് ഹു അപ്പിയർ ഗുഡ് ബട്ട് മേ തിങ്ക് ഓഫ് അസ് ഫൈൻ അല്ലേ, ബട്ട് ദേ ആർ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സസ് എമംഗ് ജീസസ് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ വിശ്വാസ സമൂഹത്തിൻ്റെ അകത്ത് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ മറഞ്ഞു കിടക്കുന്ന പിശാചിനാൽ നടത്തപ്പെടുന്ന വ്യക്തികളെയാണ് മായാവികൾ. ആമേൻ. ദുഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത നിലയിൽ മായാവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മറഞ്ഞു പോകുന്ന അല്ലേ, മറഞ്ഞിരിക്കുന്ന. അതുതന്നെയാണ് ബാലരമയിലെ മായാവിയിൽ അങ്ങനെ തന്നെ അപ്രത്യക്ഷമാവും. ഹല്ലേലൂയ. മറഞ്ഞിരിക്കും, കാണാൻ പറ്റത്തില്ല. സഹോദരൻ എന്ന് പറഞ്ഞതുപോലെ ആമേൻ. അതുതന്നെ ഇവിടെ പറയുന്നത് മറഞ്ഞിരിക്കുക. ദൈവകൃപയുള്ളവർക്ക് മാത്രമേ, ആത്മക്കണ്ണ് തുറക്കപ്പെട്ടവർക്ക് മാത്രമേ ആത്മാവിനെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. സഹോദരം, അപ്പോൾ പുറമേയുള്ള അറ്റാക്കും വിസിബിളായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, അറിയാത്തതും സ്തോത്രം, ഇതൊക്കെ ആർക്കെതിരെയാണ് വരുന്നതെന്ന് അറിയാമോ? ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർ ഇതിനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. See, in verses 13 and 14, Paul is reminding Timothy that we can easily recognize an evil man, but impostors are people who deceive, who are amongst spiritual people that we cannot easily recognize unless you have the grace of God. So we need to be able to tell apart who are the actual impostors who are amongst us. നമ്മൾ ഇതിന്മേലൊക്കെ ജയമെടുക്കണം. So we need to overcome all these people. നമ്മൾ ജയമെടുക്കണം. We need to overcome such people. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ, നമ്മൾ ഇതിന്മേലൊക്കെ ജയമെടുക്കണം. In the name of Jesus Christ, we need to overcome. ആമേൻ. പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. സ്തോത്രം. നമുക്ക് പോരാട്ടമുണ്ട്, അത് പിശാചിനോടാണ്. So we don't fight against physical bodies but against the devil. ഹല്ലേലൂയ. പിശാച് പ്രവർത്തിക്കുന്നത് മനുഷ്യരിലൂടെയാണ് പലപ്പോഴും. അപ്പോൾ ആ ആത്മാവിനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്, പിശാചിനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. യേശു പറഞ്ഞു പത്രോസിനോട്, പത്രോസ് സാത്താനായിട്ടല്ല, സഹോദരൻ, പത്രോസ് സാത്താന്റെ ശബ്ദമായി മാറി അവിടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചറിയണം, ആത്മാവിൽ തിരിച്ചറിയണം. So we need to know in the spirit who carries the actual spirit of God or the evil spirit. So if it is the evil spirit that we need to fight against, not the person. അപ്പോൾ അടുത്ത ഭാഗത്ത് പറയുകയാണ്, സ്തോത്രം, ആ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്തോത്രം, നിലനിൽക്കണമെങ്കിൽ നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ എന്താ? തിരുവെഴുത്തുകളിൽ നിലനിൽക്കണം. ദൈവവചനത്തിൽ നിലനിൽക്കണം. ദൈവവചനത്തിന് നീ പഠിച്ചും നിശ്ചയം പ്രാപിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. എന്തോ പഠിക്കണം? വചനം പഠിക്കണം, തിരുവെഴുത്തുകളെ പഠിക്കണം. വി ഹാവ് ടു ലേൺ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനം പഠിക്കണം. പിന്നെന്ത് ചെയ്യണം? അതിൽ നിലനിൽക്കണം. അപ്പോൾ പൗലോസ് അപ്പോസ്തലനിൽ നിന്ന് തിമോത്തിയോസ് പഠിച്ചു. അപ്പോൾ ചർച്ചയിൽ വരുമ്പം വചനം പഠിക്കാനൊക്കെയുള്ള വലിയൊരു ആഗ്രഹം നമുക്കുണ്ടാകണം. We need to study the word of God. Only then can we stand firm against the voices of the evil one. So just as Paul is reminding Timothy, when we come to church, we need to have a heart to study the word of God. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ നമ്മൾ പഠിക്കണം, നമ്മൾ ദൈവവചനത്തിൽ നിലനിൽക്കണം. എന്നിട്ട് അതിൻ്റെ അവസാനത്തെ 2 വാക്യം കൂടെ വായിച്ച് പെട്ടെന്ന് നിർത്താം. 16-17. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, അത് ദൈവശ്വാസീയമാണ്. ഗോഡ് ബ്രെത്ത്, ദൈവശ്വാസീയം. ദൈവത്തിൻ്റെ അമേൻ ആത്മാവിനാൽ ലഭ്യമായ അമേൻ ഇൻസ്പയർഡ് വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ലഭ്യമായ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, അത് ദൈവശാസ്ത്രീയമാണ്. ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച്
തികഞ്ഞവനാകേണ്ടതിന് സ്തോത്രം ഉപദേശത്തിനും ദൈവജന ഉപദേശത്തിനും ശാസനത്തിനും. ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ശാസന എന്ന് പറയുന്നത്, അല്ലേ? So in verse 16 we read, all scripture is given by the inspiration of God and is profitable for doctrine, for reproof, for correction. So most of us do not like to be corrected. ആമേൻ. ശാസനം, റിപ്രൂഫ് എന്ന് പറയുന്നത് ശാസനം നമുക്ക് ഇഷ്ടമല്ല. We do not approve of being corrected by others. അത് പിള്ളേർക്ക് ഇഷ്ടമല്ല, നമുക്കും ഇഷ്ടമല്ല. All ages, people of all ages do not like to be corrected. എപ്പോഴും എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത് സൂത്രം, അല്ലേ? എപ്പോഴും എന്നെ മാത്രം ഹല്ലേലൂയ, ഞാൻ കേൾക്കാറുള്ള ശബ്ദങ്ങളാണ് ഹല്ലേലൂയ. എപ്പോഴും എന്നെ വഴക്ക് പറയുന്നു, ശാസിക്കുന്നു, ശാസനം, അല്ലേ? എപ്പോഴും വഴക്ക് പറഞ്ഞിട്ടല്ല, അങ്ങ് പറയുക. ശാസനത്തിന്, അല്ലേ? ശാസനത്തിനും ശാസനം ഇഷ്ടമല്ല. പക്ഷേ ഹല്ലേലൂയ, നമ്മളാരും പെർഫെക്റ്റ് അല്ല, നമ്മൾക്കൊക്കെ കറക്ഷൻ ആവശ്യമുള്ളവരാണ്. എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോഴത്തേന് എനിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നത്. പക്ഷേ ദൈവദാസന്മാർ പല സന്ദർഭങ്ങളിലും എന്നെ ശാസിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങൾക്കും. സ്തോത്രം. അപ്പം അതൊക്കെ സന്തോഷത്തോടെ ഹല്ലേലൂയ അന്നും ഇന്നും ആ ശാസിച്ച ദൈവദാസന്മാരെയൊക്കെ ഹൃദയംഗമായി സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പം ശാസന ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം ശാസനത്തിനും ഗുണീകരണം, കറക്ഷൻ, നമ്മുടെ കറക്ഷനും ഒക്കെ. അമേൻ. പിന്നെന്തോ അടുത്ത ഭാഗത്ത് പറയുന്നത് അമേൻ, ആ നീതിയിലെ അഭ്യസനത്തിനും റൈച്ചസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യത്തക്കവണ്ണം നമ്മെ പര്യാപ്തമാക്കി തീർക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. So we need to acknowledge and be humble in the fact that none of us are perfect. We all make mistakes. We all need correction. But when we have that attitude, we will always be able to live a godly life. Hallelujah. അപ്പം നമ്മൾ ശാസനമൊക്കെ ഇഷ്ടപ്പെടണം. ദൈവവചനത്തിൻ്റെ ശാസനം നമ്മൾ ഇഷ്ടപ്പെടണം. So we need to accept the correction from the word of God. ദൈവവചനത്തിലൂടെ നമുക്ക് ശാസനമായിട്ട് തോന്നുന്നെങ്കിൽ നമ്മളതിനെ റിസീവ് ചെയ്യണം. ആമേൻ. അതിനെ അംഗീകരിക്കണം. If we feel that the word of God is correcting us, then we need to accept it and into our lives. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ, സാക്ഷാൽ ആയിരിക്കുന്ന പോലെ, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആയിരിക്കുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ തെസ്സലോനിക്കയിലുള്ളവർ അതിനെ സ്വീകരിച്ചു. So Paul is writing about the Thessalonians that they accepted the word of God as from God's mouth itself. അപ്പോൾ വചനം കേൾക്കുമ്പോഴേ പാസ്റ്റർ പറഞ്ഞു, നോ, ദൈവവചനം ആയിരിക്കുന്നത് പോലെ, സാക്ഷാൽ ആയിരിക്കുന്ന പോലെ വചനമായിട്ട് ഏറ്റെടുക്കണം, അത് അനുഗ്രഹമായി തീരും. So we need to accept the word of God as it is, and it's not coming from a person, and then you will be blessed. ആമേൻ. വചനമായിട്ട് അങ്ങ് റിസീവ് ചെയ്യണം. We need to receive the word of God as it is. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ തിരുവെഴുത്തിനകത്ത് ശാസനയുണ്ട്, ഗുണീകരണമുണ്ട്. അത് മനസ്സിലാക്കണം. ദൈവവചനത്തിനകത്ത് ശാസനയുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ശാസനയുണ്ട്, ഗുണീകരണമുണ്ട്, നീതിയിലെ അഭ്യസനത്തിന് സ്തോത്രം ആമേൻ പ്രയോജനമുള്ളതായി തീരുന്നതാണ്. അതുകൊണ്ട് ഇതൊക്കെ ദൈവവചനം എന്ത് പറഞ്ഞാലും അത് ഏറ്റെടുക്കണം. We need to accept that we are at fault, that we do not stand up to the standards God has set for us. So we need to accept reproof and correction and instruction in righteousness from the word of God. വാലല്ല തലയാക്കും എന്ന് ബൈബിളിലുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ കറക്ഷൻ വരുത്താനുള്ളതും തിരുവചനത്തിലുണ്ട്. ഹല്ലേലൂയ. വാലല്ല തലയാക്കും എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ഗ്ലോറി പറഞ്ഞ് ഏറ്റെടുക്കുകയും ആമേൻ സ്തോത്രം കുറച്ചുകൂടെ ശരിയാവാനുള്ളെന്നുള്ള വചനം പറയുമ്പോൾ സ്തോത്രം പാസ്റ്റർ പറഞ്ഞതാണെന്നും ഹല്ലേലൂയ ആമേൻ പറയാതെ തിരുവചനം ആയിരിക്കുന്നത് പോലെ ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയണം. The scriptures remind us that God will not make us a tail but the head, but at the same time scriptures also remind us that we are fallen and that we need to accept reproof and correction from the word of God. എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക? എന്തിനു വേണ്ടിയെന്ന് അറിയാമോ? നിത്യതയ്ക്ക് വേണ്ടി. ഹല്ലേലൂയ. God is preparing us for eternity. ആമേൻ. കർത്താവിൻ്റെ സ്വഭാവത്തോട് നമ്മളെ അനുരൂപരാക്കുവാൻ തക്കവണ്ണം ആമേൻ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെയും ഹല്ലേലൂയ ആമേൻ തൻ്റെ പ്രവൃത്തികളിലൂടെയും നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. God is
preparing us through His word that we may be found, that we may be overcomers. കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ ഒരുക്കുകയാണ്. God is preparing us for His second coming. പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കുകയാണ്. The Holy Spirit is preparing the church. ദൈവത്തിന്റെ ആത്മാവ് വലിയൊരു ആമേൻ ഉദ്യമനത്തിലാണ്, വലിയൊരു ഡ്യൂട്ടിയിലാണ്. അത് തന്റെ ജനത്തെ ഒരുക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ്. The Holy Spirit is hard at work and at transforming the church. പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെടണം. We need to submit ourselves to the will of the Holy നമ്മൾ Spirit. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. Let us humbly submit into the hands of God. വചനത്തെ ഏറ്റെടുക്കണം. We need to accept the word of God. വചനത്തിന് മുൻപാകെ സമർപ്പിക്കണം. We need to submit ourselves to the word of നമ്മൾ God. അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകും. Then God will surely bless us. ദൈവകരങ്ങളിലേക്ക് നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. Let us humbly submit ourselves before നമുക്ക് ഒന്ന് God. ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Let us pray to God. ഹല്ലേലൂയ. നാം എല്ലാവരും ദൈവസന്നിധാനം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സുധം ബ്രദർ ഇപ്പോൾ പ്രാർത്ഥിക്കുമല്ലോ.